ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. നമുക്കൊരു ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. ചിലർ ഹെബ്രായ വിശ്വാസികൾക്ക് വേണ്ടി ആണ് ഈ ഹെബ്രായക്കാർക്ക് ലേഖനം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. Hebrews was written for the Hebrew believers. അവിടെ ഉണ്ടായിരുന്ന ഹെബ്രായ വിശ്വാസികൾ വളരെ പ്രതികൂലത്തിലായിരുന്നു. അവർ വീണ്ടും അവരുടെ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി അവർക്ക് ശക്തമായ എതിർപ്പുകൾ നേരിട്ടപ്പോൾ when they faced a lot of opposition, വീണ്ടും മോശയുടെ നിയമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർക്ക് നിർബന്ധം വന്നപ്പോൾ they were compelled to go back to the law of Moses. അവിടെ ആ സമയത്ത് എഴുതപ്പെട്ട അവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് ഹെബ്രായക്കാർക്ക് ലേഖനം. This letter was written especially to strengthen those believers. അവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ മോശയെക്കാളും ദൂതന്മാരെക്കാളും ഒക്കെ ശ്രേഷ്ഠനാണ് എന്ന് അവർക്ക് പലയിടങ്ങളിലായിട്ട് വരച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We come to know that Jesus was greater than the prophets, he was greater than the angels. പിന്നീട് 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ when we come to chapter 9, അവിടെ ദൈവത്തിൻ്റെ ആലയമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായി അവർ കരുതിയിരുന്നത് ദൈവത്തിൻ്റെ അവരുടെ ശലോമോൻ പണിത ആലയമായിരുന്നു. വീണ്ടും പുതുക്കി പണിയപ്പെട്ടു. They had given great importance to the temple of Solomon, which they rebuilt again. അവിടെ ആ ആലയം അവരേറ്റവും ശ്രേഷ്ഠമെന്ന് എണ്ണിയ ആലയം അവർക്കുണ്ട്. അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ആലയം ലോകത്തില്ല എന്ന് ചിന്തിച്ചപ്പോൾ when they thought that Solomon's temple was the greatest in the world, ആരാധനയുമായി അവർ ചെയ്തിരുന്ന ആരാധനയുമായി ബന്ധപ്പെട്ട് അതിനും ശ്രേഷ്ഠമായ ഒരു ആരാധന, അതിനും ശ്രേഷ്ഠമായൊരു ആലയം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന അല്ലെങ്കിൽ വരച്ച് കാണിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ ഹെബ്രായക്കാർക്ക് ഈ ലേഖനം 9-ാം അധ്യായം. So here the writer tries to tell them that there is greater worship than what was done in the Solomon's temple. അവിടെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ആലയം എന്താണ്, എങ്ങനെയാണ് ആലയത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ആകൃതി പ്രകൃതി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒന്നുകൊണ്ടുള്ള വാക്യങ്ങൾ ഏകദേശം എനിക്ക് വന്ന അഞ്ചാം വാക്യം വരെ പറയുന്നുണ്ട്. Right from the chapter 9 verse 1 we come to know what is going on in the temple. അത് എങ്ങനെയാണ് ആലയം പണിയപ്പെട്ട് നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ് അകത്തുള്ള കാര്യങ്ങൾ എന്താണ് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആണെന്ന് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. What we see in the temple, everything points out to Christ. അതിനുശേഷം പുരോഹിതന്മാർ അവിടെ പോയി ചടങ്ങുകൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചടങ്ങുകൾ പോലെയായി അവർ കഴിക്കുന്നതായിട്ട് പിന്നീട് അവിടെ കാണിക്കുന്നുണ്ട്. Then the priests went on to perform many rituals in the temple. അതിനുശേഷം അവിടെ ഒരു മൃഗത്തെ അല്ലെങ്കിൽ മൃഗങ്ങളെ യാഗം കഴിക്കുന്നതിനെ പറ്റി അവിടെ എഴുതി കാണിക്കുന്നു. Then we see how animals are being sacrificed there. പക്ഷേ 9-ാം വാക്യത്തിൽ പറയുന്ന ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യം മാത്രമാണ്. But in the first verse it says, then indeed even the first covenant had ordinances of divine service, the earthly sanctuary. വരാൻ പോകുന്ന ഒരു യഥാർത്ഥ നടക്കാൻ പോകുന്ന ഒരു യാഗത്തെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ സദൃശ്യം മാത്രമാണ് എന്നവർക്ക് വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. It was pointing out to some sacrifice which was still going to take place. അപ്പോൾ ഈ ആലയം യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മോശയ്ക്ക് ദൈവം സമാഗമ പർവ്വതത്തിൽ വെച്ച് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കാണിച്ചു കൊടുത്തൊരു മാതൃകയായിരുന്നു ഈ സമാഗമ കൂടാരം. The tabernacle was a pattern of what God showed to Moses on the mountain. അന്ന് ദൈവം കാണിച്ചു കൊടുത്ത അതേ ആകൃതി പ്രകൃതി പ്രകാരമാണ് ഈ ആലയം നിർമ്മിക്കപ്പെട്ടത് നമുക്കറിയാം. We know that this was a pattern based on what was in the heaven. പക്ഷേ ആ കാണിച്ചതും അവിടെ കാണിച്ച മാതൃകയെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ യാഗത്തെയും വരാൻ പോകുന്ന ഒരു സത്യ ആരാധനയുമാണ് സൂചിപ്പിച്ചിരുന്നെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഈ ലേഖനകർത്താവ് ശ്രമിക്കുന്നത്. So the writer is trying to tell them that there is going to be a much greater sacrifice, much greater worship than what was held there. അപ്പോൾ അവിടെ കാണിച്ചത് അവിടെ ആലയത്തിൽ നടന്ന പല കാര്യങ്ങളും കർത്താവ് യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. Many things that took place in the temple points out to Christ. നമ്മൾ കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചതാണ്. We studied that before. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പിക്ചർ കാണാനിടയായി. But I came across this picture.
അവിടെ അവർ പറയുന്നത് ഏരിയൽ വ്യൂ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് അല്ലെങ്കിൽ പർവ്വതത്തിന് മുകളിൽ നിന്നിട്ട് ഇവർ തമ്പടിച്ചിരുന്ന ഇവർ കൂടി വന്നിരുന്ന ആ ആലയത്തിൻ്റെ പ്രദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ക്രൂശിൻ്റെ മാതൃകയായിരുന്നു എന്നാണ് ചില വേദപണ്ഡിതന്മാർ പറയുന്നത്. So it's Bible scholars says that when we view it from top, it looks like a cross. ഏകദേശം ഒരു വളരെ ഉയരത്തിൽ നിന്ന് നോക്കിയാൽ ഇവരുടെ കൂടാരങ്ങൾ 12 ഗോത്രങ്ങളുടെയും അവർ പല സ്ഥലങ്ങളിലായിട്ട് അവിടെ കൂടാരം അടിച്ചവർ താമസിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാതൃക ഏകദേശം ക്രൂശിനെ സൂചിപ്പിച്ചിരുന്നെന്നാണ് വേദപണ്ഡിതന്മാർ ചിലർ പറയുന്നത്. So when we have a view of them from the top, we come to see that the way the tribes are placed, it looks almost like a cross. അപ്പോൾ വരാൻ പോകുന്ന ഒരു ശ്രേഷ്ഠമേറിയ ഒരു കാര്യത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. അല്ലയോ ഹെബ്രായ വിശ്വാസികളെ, യഹൂദന്മാരെ, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്ന നിങ്ങളുടെ യാഗങ്ങളും നിങ്ങൾ ഏറ്റവും ഉന്നതമെന്ന് പറയുന്ന ഈ സമാഗമ കൂടാരവും മന്ദിരവും ഒക്കെ അതുമായി തുലനം ചെയ്താൽ അത് വളരെ താഴ്ന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഇത് അതിൽ ഉന്നതമാണ് എന്ന് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. So it's trying to prove to them that what the sacrifices and the things that they held so much importance, he's trying to tell them there's something much more important that is coming. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഏകദേശം പല കാര്യങ്ങളും ഈ വരാൻ പോകുന്ന ആലയത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് പാരമ്പര്യമായ ആരാധനകൾ പല പള്ളികളിൽ നടക്കുന്നുണ്ട്. പാരമ്പര്യമായ ചടങ്ങുകളായിട്ട് നടക്കുന്ന, നമുക്ക് കാണുന്നതിനെ കുറ്റം പറയുകയല്ല, അങ്ങനെ നടക്കുന്നുണ്ട്. We see many places that there are many religious rituals taking place. ഈവൻ നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോലും പലതും ചടങ്ങുകളായി മാറുകയാണ്. Even in our Pentecostal churches, many things are becoming rituals. ഈവൻ നമ്മുടെ ആരാധനകൾ പോലും പലപ്പോഴും ചടങ്ങ് പോലെയായി തീരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. Even our worship we come to see just as a ritual. പക്ഷെ അതല്ല, യഥാർത്ഥത്തിൽ ജീവിക്കുന്ന സത്യദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമായിരുന്നു അന്നുണ്ടായിരുന്ന സമാഗമ കൂടാരം. But we come to know that the place of the tabernacle was a place where God's presence was manifested. ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്നും ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹത്തോടെയാണ് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, if we come with a real fervent desire to worship God, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പായിട്ട് ഇറങ്ങി വരും. Surely God's presence will be revealed here. ഇവിടെയും കർത്താവ് ദൈവത്തിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കും. And God will speak to us through His word. അവിടെ ഈ പുതിയ നിയമ ആലയം അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ആരാധനയുടെ അതിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി എന്താണെന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. In this chapter we come to see how superior the new covenant worship is compared to the old one. അതവിടെ മറഞ്ഞു കിടപ്പുണ്ട്. ഈ വരികൾക്കുള്ളിൽ ഈ വചനങ്ങൾക്കിടയിൽ അത് മറഞ്ഞു കിടപ്പുണ്ട്. It is hidden in these verses. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പ് നമ്മൾ ചിന്തിച്ച 9 കാര്യങ്ങൾ ജസ്റ്റ് വേഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. What we had discussed earlier about the 9 points, I want to go through it again. പുതിയ നിയമത്തിന് ആലയത്തിനകത്തുള്ള മഹാപുരോഹിതൻ ദൈവത്തിന്റെ പുത്രനാണ്. The high priest in the temple is God's son of God. ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ് ഇതിന്റെ മഹാപുരോഹിതൻ. So Jesus the son of God is the high priest. അഹറോൻ മരിച്ചപ്പോൾ പിന്നീട് വന്ന മഹാപുരോഹിതന്മാരുമായിരുന്നു. പിന്നീട് അവർക്ക് മനുഷ്യരായിരുന്നു അവർക്ക് മഹാപുരോഹിതനായിരുന്നത്. After Aaron there were many high priests who came after him. പിന്നെ ഈ ആലയം മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതല്ല. And this പുതിയ നിയമാലയം, this New Testament temple is not man-made. അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We come to know as we continue in our studies. മൂന്നാമതായിട്ട് അതിനേക്കാളും ശ്രേഷ്ഠമേറിയത് അത് പഴയ നിയമ ആലയത്തിനേക്കാളും ഉന്നതമായ അല്ലെങ്കിൽ അതിൻ്റെ വിസ്താരമേറിയ ഒരു ആലയമാണ്. It is a greater temple than the one we had before. പഴയ നിയമ ആലയം അത് ഒരു പ്രതിച്ഛായയാണെങ്കിൽ പുതിയ നിയമാലയം ഏറ്റവും പെർഫെക്റ്റ് ആണ്, തികവേറിയതാണ്. If the Old Testament temple was only a shadow, the New Testament temple is the substance. ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന പുതിയ നിയമ ആലയം ഈ സൃഷ്ടിക്കകത്ത് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, ദൈവത്തിന്റെ കരം കൊണ്ട് സൃഷ്ടിച്ചതാണ്. So the temple we are worshipping here is not man-made, but it is created by God. പിന്നെ അവിടെ ചൊരിഞ്ഞ രക്തം ആടുമാടുകളുടെ രക്തമല്ല, മൃഗങ്ങളുടെ രക്തമല്ല, ഒരു ദൈവത്തിന്റെ പുത്രന്റെ രക്തമാണ് ഇവിടെ ചൊരിയപ്പെട്ടിരിക്കുന്നത്. And it is not the blood of bulls and goats that is shed here, but the blood of the Son of God. വീണ്ടും ഒരു യാഗം കഴിക്കേണ്ട അല്ലെങ്കിൽ രക്തം ചൊരിയേണ്ട ആവശ്യമില്ല. There is no need to shed blood again and again. ഇപ്പോൾ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഈ ആലയം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, പക്ഷേ യഥാർത്ഥത്തിലുള്ള ആരാധന ഈ ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. The temple we cannot see it visibly now, but the real worship is going on there. അവിടെ യഥാർത്ഥത്തിൽ നടന്ന
അതെ, അവിടെ കൊടുത്ത യാഗം പിന്നീട് ഒരു പ്രാവശ്യം മാത്രമേ ഒരു രക്തം ചൊരിയേണ്ട വന്നിട്ടുള്ളൂ. And there is only one time that the blood was shed. ആ രക്തച്ചൊരിച്ചിൽ കൊണ്ട് നിത്യമായ ഒരു രക്ഷ ഒരുക്കപ്പെട്ടു. And through that one shedding of blood there came an eternal salvation. അപ്പോൾ ഈ പാരമ്പര്യത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ഓർത്തഡോക്സ് ജ്യൂസ് അവർക്ക് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ഇങ്ങനെ പല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. So the Orthodox Jews who believed in traditions, the writer wants to point out to them what is the real truth. നമ്മൾ മുമ്പ് ചിന്തിച്ച ഒരു കാര്യം ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. I'm just trying to tell you what we discussed before. നമുക്ക് 14ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. Can we read chapter 9 and verse 14? അവിടെ വായിക്കുന്നു, ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. Here we read, how much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works to serve the living God. അപ്പോൾ അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ, അവിടെ പഴയ നിയമം നോക്കുവാണെങ്കിൽ രക്തത്തിൻ്റെ അടയാളം രക്തമാണ് പലയിടത്തും ചൊരിയപ്പെടുന്നത്. In the Old Testament we see that the blood is shed. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് വായിച്ചത്, അതിന് മുമ്പ് 13-ാം വാക്യത്തിൽ പറയുന്നത് ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമല്ല അവിടെ നമുക്ക് പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം നൂറ്റാണ്ടുകളായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു, രക്തത്തിൻ്റെ നദി ഒഴുകിക്കൊണ്ടിരുന്നു. So it says in verse 12, not with the blood of goats and calves. We know that for centuries that the blood of goats and calves were being shed. പക്ഷെ അന്ന് നടന്ന ആ യാഗം, but with the sacrifice that took place, അത് യഥാർത്ഥത്തിൽ അതിന് ശക്തിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. We cannot say that it had no effect. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ ദൈവം പറയുന്ന തലങ്ങളിൽ അത് ചെയ്താൽ, but if we do it the way God tells us to do it, അതിനകത്ത് പാപത്തിന് യഥാർത്ഥത്തിൽ പാപക്ഷമ ലഭിച്ചിരുന്നു. there is a remission of sins. അപ്പോൾ അവിടെ പറയുകയാണ്, ഈ പശുഭസ്മവും പിന്നെ അല്ലെങ്കിൽ ആട്ടുകൊറ്റന്മാരുടെ രക്തവുമൊക്കെ ചൊരിഞ്ഞത് അതുകൊണ്ട് പാപങ്ങൾക്ക് നീക്കുപോക്ക് വന്നുവെങ്കിൽ, it says, if the blood of bulls and goats and the ashes of a heifer sprinkling the unclean sanctifies for the puring of the flesh. അങ്ങനെയാണെങ്കിൽ ഒരു ജഡിക ശുദ്ധി വരുത്തുന്നു, അവിടെ അതാണ് 14-ാം വാക്യം തുടങ്ങുന്നത്. ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ, അത് വരുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത പാപങ്ങൾക്കുള്ള പാപക്ഷമ ഈ ആട്ടുകൊറ്റന്മാരുടെയും കുറുപ്രാവിൻ്റെയും അങ്ങനെയുള്ള യാഗങ്ങൾ കഴിച്ചുകൊണ്ട് ചെയ്തിരുന്ന യാഗങ്ങൾ മുഖാന്തരം ജഡിക ശുദ്ധി വരുത്തിയിരുന്നു. So it means that the blood of bulls and goats it cleansed our conscience. അവർ അതുവരേക്കും ചെയ്തു പോയ പാപങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചിരുന്നു. So the sins that were committed till then was being forgiven through those sacrifices. യഥാർത്ഥത്തിൽ അവർ ദൈവം പറഞ്ഞതുപോലെയുള്ള നിയമം പ്രമാണിച്ചാണ് അവർ ചെയ്തിരുന്നുവെങ്കിൽ, if they had done according to how God commanded them. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം, അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളുടെ രക്തത്തിന് പാപശുദ്ധീകരണം ചെയ്യാൻ കഴിയുമെങ്കിൽ, it says if the blood of bulls and goats could bring about the forgiveness of sins, നിത്യാത്മാവിനാൽ ദൈവത്തിന് the eternal Spirit offered നിഷ്കളങ്കനായി അർപ്പിച്ച, which was offered without spot to God. അങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ രക്തത്തിന്, so the blood of Jesus Christ, എത്രയോ ശക്തി, അതിനേക്കാൾ എത്രയോ ഉന്നതമായ എത്രയോ ശക്തിയുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. so how much more power has the blood of Christ? അപ്പോൾ അവിടെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, പഴയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമം വാസ് ഗ്ലോറിയസ്, അത് മഹത്വമേറിയ തന്നെയായിരുന്നു എന്ന് തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. In another part of the scripture we see that how the Old Testament it was glorious. കല്ലിൽ കൊത്തിയ അക്ഷരം മരണശുശ്രൂഷ ആയിരുന്ന മരണശുശ്രൂഷ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മുഖാന്തരം മോശയുടെ മുഖത്തിന് തേജസ് വന്നു. So through that we see that Moses, he had a glory on his face. ആ നിയമം മോശയുടെ മുഖത്ത്, അവിടെ നിയമം ലഭിക്കുമ്പോൾ മോശയുടെ മുഖത്ത് പോലും നോക്കുവാൻ കഴിയാതെ അത്ര മഹത്വമേറിയ ഒരു മഹത്വം മോശയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. So the glory of God was manifest in the face of Moses, so it had power in that. തേജസ് ഉള്ളതാണെങ്കിൽ,
if it had glory, ആമേൻ, അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയോ തേജസ്സേറിയ ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ യാഗമാണ്, അല്ലെങ്കിൽ നിയമമാണ് നമുക്ക് പുതിയ നിയമത്തിലുള്ളത്. if that was a ministry of condemnation, but it had so much glory, how much more does the New Testament ministry have? അപ്പോൾ പഴയ നിയമത്തിനുണ്ടായിരുന്ന രക്തത്തിന്റെ രക്തച്ചൊരിച്ചിൽ, അല്ലെങ്കിൽ അവിടെ രക്തത്തിന്റെ യാഗം കഴിക്കുമ്പോൾ, രക്തത്തിന്റെ യാഗം കഴിക്കുമ്പോൾ, so in the Old Testament when we shed the blood of animals, അവിടെ അന്നുവരേക്കും നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, അന്നുവരേക്കും ചെയ്ത പാപങ്ങൾക്ക് പാപക്ഷമ ലഭിച്ചിരുന്നു. so all the sins that were committed till then was being forgiven, പക്ഷേ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കാൻ അതിന് സാധിച്ചില്ല. but it could not deliver them from the power of sin. പാപത്തെ പറ്റിയുള്ള ബോധ്യം മാത്രമേ അവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞതുള്ളൂ പഴയ നിയമത്തിന്. It could only bring about a consciousness of sin, പക്ഷെ അത് മഹത്വമേറിയത് തന്നെയായിരുന്നു. but it was still glorious. പക്ഷെ അതിലും മഹത്വമേറിയതായിട്ടുള്ളതാണ് ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിടെ വരുന്നത് എന്ന് ഈ ഹെബ്രായ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. So he's trying to tell them that what came through Jesus was much more glorious. ഇതിൽ ചിലതൊക്കെ ഞാൻ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. So when I'm trying to say, you might also be knowing of such things. പക്ഷെ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ്, ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വെളിപ്പെടുത്തുവാനിടയായി. While I was studying the scripture, the Holy Spirit revealed to me certain truths. അത് യഥാർത്ഥത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായത് മനസ്സിലാകുവാനിടയാകും. We come to know what really Jesus did for us on the cross, നമുക്ക് വേണ്ടി എന്താണ് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. and what Jesus is preparing for us. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് ഇത്രയധികം രക്തച്ചൊരിച്ചിൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. There are many who ask why there is so much of shedding of blood in the Christian faith. എനിക്കുന്ന യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ചിലർ പറയാൻ, ഇറ്റ്സ് എ ബ്ലഡി റിലിജൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ കലർന്ന ഒരു മതമാണ് നിങ്ങളുടെ ഇതെന്ന് പറയുന്നവരുണ്ട്. In Europe, many say that Christianity is a bloody religion because there's so much of blood being shed. കാരണം യാഗം, അതെ, യഥാർത്ഥത്തിൽ നോക്കുവാണെങ്കിൽ സ്കാർലറ്റ് ത്രെഡ് ഓഫ് റിഡംഷൻ എന്നാണ് ബൈബിള് ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ പുതിയ നിയമം വരേക്ക് നോക്കിയാൽ ഒരു ചുവന്ന ചരട്, രക്തത്തിൻ്റെ ചരട് നീണ്ടു കിടക്കുന്ന രക്തത്തിൻ്റെ നിറമുള്ള ചരട് ബൈബിൾ ഉടനീളം കാണുവാൻ സാധിക്കുമെന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിനാ ഇംഗ്ലീഷിൽ പറയുന്ന സ്കാർലറ്റ് ത്രെഡ് ഓഫ് റിഡംഷൻ എന്നാണ് പറഞ്ഞത്. We come to note that there is a scarlet thread of redemption right from the book of Genesis. അത് യെരിഹോ മതിലിന്റെ മേൽ റാഹാബ് എന്ന വേശ്യ അവിടെ ഇട്ട ഒരു ചുമന്ന ചരടുണ്ട്, ചുമന്നൊരു അവളുടെ ഒരു കഷ്ണം, ഒരു തുണിയുണ്ട്. അത് അവിടെ അത് ജനലിൻ ആ ഭവനത്തെ തൊടുവാൻ ഇസ്രായേൽ മക്കൾക്ക് അനുവാദമില്ലായിരുന്നു. We know that in the book of Joshua, when Rahab she tied that scarlet robe around her city wall, the Israelites could not touch her house because of that. അത് അതിന്റെ ഒരു പ്രതിച്ഛായ യേശുവിന്റെ രക്തത്തെയാണ് അന്ന് സൂചിപ്പിച്ചിരുന്നെന്ന് പറയുന്നവരുണ്ട്. It symbolizes the blood of Jesus. അപ്പോൾ രക്തം ചൊരിച്ചിൽ തുടങ്ങിയത് ഏദൻ പർദീസയിൽ തുടങ്ങിയതായിട്ടാണ് പറയപ്പെടുന്നത്. So the shedding of blood started in the Garden of Eden. ഏദൻ പർദീസയിൽ ഇവർക്ക് അത്തിയില തുന്നി ഇവർ വസ്ത്രം ധരിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. We come to know that when they tried to make dress for themselves from the fig leaves, it got ഉണങ്ങിപ്പോയിരുന്നു, ഡ്രൈ ആയി പോയിരുന്നു. It became dry. പക്ഷേ ദൈവം അവർക്ക് വേണ്ടി ഒരു വസ്ത്രം ഉണ്ടാക്കി. അന്ന് ആദ്യത്തെ ടൈലർ ദൈവം തന്നെയായിരുന്നു. And God himself made a tunic for them from the skin of the animal. മൃഗത്തിന്റെ തോലാണ് എന്നാണ് പറയപ്പെടുന്നത്. He made a dress for them from the skin of animal. ഒരുപക്ഷേ ഒരു ചെമ്മരിയാട് അവിടെ അറുക്കപ്പെട്ട് കാണും. He must have killed a goat for that. എന്നിട്ടായിരിക്കും ഇവർക്ക് ഒരു വസ്ത്രം കൊടുത്തത്. And he must have clothed them with the skin of that animal. അത് നമ്മുടെ നീതിപ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. It shows our righteous acts. യുഗങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. It says that Jesus was sacrificed long അന്ന് അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിച്ചു എന്ന് മറ്റൊരു തലത്തിൽ പറയാൻ സാധിക്കും. So the lamb that was killed that time in the book of Genesis symbolizes Christ. അപ്പോൾ പലയിടങ്ങളിലായിട്ട് പിന്നീട് യാഗമൃഗങ്ങൾ കൊല്ലപ്പെടുകയാണ്. And many times after that we see that innocent animals are being നിഷ്കളങ്കരായ ഈ മൃഗങ്ങൾ, ഒന്നും ചെയ്യാത്ത ഈ മൃഗങ്ങളെ എന്തിനാണ് നിങ്ങൾ കൊല്ലുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. Many people ask why such innocent animals are being killed.
ആമേൻ. അതിന് കാരണം മറ്റൊന്നുമില്ല, ദൈവത്തിന് മറ്റ് നമ്മളെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ട് മൃഗങ്ങളെക്കാളും കൂടുതൽ മനുഷ്യനെ ദൈവം സ്നേഹിച്ചിരുന്നു. It's because God loved man more than animals. ഇന്നിപ്പം മനുഷ്യനേക്കാളും കൂടുതൽ മനുഷ്യൻ മൃഗങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. But in the present world we come to see that how man loves animals more than men. അതിനെപ്പറ്റി നമുക്ക് പത്രങ്ങൾ വായിക്കാൻ സാധിക്കും. We can read about in the newspapers. അതിനെപ്പറ്റി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, നമ്മുടെ സമയത്തിന്റെ പരിമിതികളുണ്ടല്ലോ. I'm not going to that because of lack of time. പക്ഷേ ഇവിടെ മൃഗങ്ങൾ കൊല്ലപ്പെടുന്നതിന്റെ കാരണം ദൈവത്തിന് മറ്റു മാർഗമില്ലായിരുന്നു. But we know that the animals were being killed because there was no other way. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ച് ഒരു യാഗമായി തീരുവാൻ വേണ്ടി വന്നത് ഈ മൃഗങ്ങളെ കൊല്ലുന്നത് നിർത്തുവാൻ കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. I believe that Jesus came as a lamb to be sacrificed in order to stop the killing of innocent animals. ഒരു മൃഗമെന്നോണം, ഒരു ആടെന്നോണം ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ ചുമക്കുന്ന ഒരു ആടായി കർത്താവ് തീരുകയാണ്. We know that Jesus became the Lamb of God who takes away the sin of the world. കാരണം ഈ ഒരു പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് റോമർക്ക് ലേഖനം 6:21 പറയുകയാണ്. We read in Romans 6 that the wages of sin is death. അപ്പോൾ പാപം വളരെ വളരെ കാഠിന്യമേറിയ ഒരു കാരണമാണ്. sin is serious. So sin is so serious that blood had to be shed. കാരണം പാപം ചെയ്യുന്നവൻ മരിക്കണമെന്ന് ദൈവത്തിന്റെ നിയമമാണ്. It is God's law that those who sin must die. അപ്പോൾ മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. So the life of the flesh is in the blood. യാഗപീഠത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ നിയമമാണ്. So it is God's will that he brought about the propitiation for our sins. അപ്പോൾ നമ്മൾ മരിക്കാതിരിക്കേണ്ടത്, നമുക്ക് നിത്യമരണം വരാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് മറ്റൊരു രക്തം, നമ്മുടെ രക്തം ചൊരിയേണ്ടടുത്ത് ഒരു ആട്ടുകൂറ്റിന്റെയോ കാളക്കൂറ്റിന്റെയോ രക്തം അവിടെ ചൊരിയപ്പെടുകയാണ്. So that we do not have to face eternal death, another bull or goat had to be killed in our place. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അതിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. We'll come to know of it later. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. Everything is sanctified by the blood. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ല. So without shedding of blood there is no remission of sins. കാരണം ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. Because life is in the blood. എൻ്റെ ഒരു ചെറിയ അറിവ് പ്രകാരം 6 ലിറ്റർ രക്തം ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. According to my knowledge there is 6 liters of blood in a person's body. ആ രക്തം പോയാൽ പിന്നെ ജീവനില്ല. So that all that blood is gone, then there's no life in him. അപ്പോൾ ആ രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. So the life is in the blood. ആ രക്തത്തിലാണ് വരും തലമുറകൾ അടിഞ്ഞു കിടക്കുന്നത്. It is the future generations is in that blood. അപ്പോൾ ആ രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ അത് ജീവൻ കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി മറുവിലയായി കൊടുത്തെങ്കിൽ മാത്രമേ പാപം ചെയ്യുന്നവന് ആ മരണത്തിൽ നിന്ന് വിടുതലുള്ളൂ. So only if that blood is shed as a ransom can the sins be forgiven. ഞാൻ അവിടെ ഞാൻ നിർത്തുകയാണ്. I want to stop with that. എനിക്കറിയാം ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടത് കേൾക്കുന്നവർക്കുണ്ടായിരിക്കാം. I believe that many those of hearing might have a lot of questions regarding this. ഇതിലേക്ക് നമുക്ക് പിന്നീട് വരുമ്പോൾ അതിന്റെ കാരണം മനസ്സിലാകും. When we come to it later, you'll come to understand it. ദൈവം രക്തദാഹിയല്ല. God does not desire blood. ആമേൻ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചക പുസ്തകം 1:11 ദൈവം പറയുന്നുണ്ട്, ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. That's why Isaiah 1 says that God is tired of the sacrifices of bulls and goats. ദൈവം തന്നെ പറയുകയാണ്, കുഞ്ഞാളുകളുടെയും കോലാട്ടുകുറ്റന്മാരെയും രക്തം എനിക്ക് ഇഷ്ടമല്ല. He said, I do not desire the blood of bulls and goats. മറ്റു മാർഗങ്ങളില്ല. തന്റെ മക്കൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ട്. But because there is no other way how man who was created in God's image could be delivered, അതിന് പകരമായി ഒരു യാഗം ചെയ്യേണ്ടി വന്നു. So another sacrifice had to be made. എന്നാൽ വരാൻ പോകുന്ന ഒരു വലിയ യാഗം ആണ് ദൈവം മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. So God was seeing a bigger sacrifice that was going to take place അതുകൊണ്ട് യെശയ്യാ പ്രവാചക പുസ്തകം 1:18 പറയുകയാണ്, that's why we read in Isaiah 1:18, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും God says, though your sins are like scarlet, ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. they shall be as white as snow. നോക്കുക, കടും ചുവപ്പാണ് പാപങ്ങൾ. So our sins it has a color of scarlet. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെഡ്, അവിടെ ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സ്കാർലറ്റ് അതിനെ സ്കാർലറ്റ് പോലെ ആണെങ്കിൽ അത് ഇരിക്കുന്ന സ്കാർലറ്റും റെഡുമായിട്ട് അല്പം വ്യത്യാസമുണ്ട്. സ്കാർലറ്റ് കുറച്ചുകൂടെ ലൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങൾ രക്തത്തിൻ്റെ കളറാണെങ്കിലും
So even if our sins are red like crimson, ആമേൻ, കാരണം രക്തത്തിന്റെ ഉള്ളിലാണ് പാപം അടിഞ്ഞു കിടക്കുന്നത്. because our sins is in the blood, lies in നമ്മുടെ the blood. ഹോർമോണിനകത്ത് പാപം അടിഞ്ഞു കിടപ്പുണ്ട്. So in our hormone there is sin. നമ്മുടെ ബ്ലഡ് സെൽസിനകത്ത് പാപം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. There is in our blood cells there is sin inside. അപ്പോൾ ഒരു ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ വേണം. So there should be a transfusion of blood. അപ്പോൾ അത് ആ രക്തം കർത്താവ് അവിടെ പറയാ, അതിനെ ആ പാപം കടും ചുമപ്പാണെങ്കിലും സ്കാർലറ്റ് പോണെയാണെങ്കിലും ഐ വിൽ മേക്ക് ഇറ്റ് ആസ് വൈറ്റ് ആസ് സ്നോ. നമ്മൾ സ്നോ കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര വെള്ളയായിരിക്കുന്നു ആ സ്നോ, അല്ലെങ്കിൽ ആ ഹിമം എന്താണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം. So we know that if our sins are has so much color like red, crimson, God can make it white as snow. We know how white the snow is. അപ്പോൾ ദൈവം അതിനെ അങ്ങനെ ആക്കി തീർക്കുമെന്ന് ദൈവം പറയുകയാണ്. God is saying God can change our scarlet sins into white snow. അതിലും വേഴ്സ് ആണെങ്കിലും അതിനെ ഹിമം പോലെ അല്ല, പഞ്ഞി പോലെ ഞാൻ വെളുപ്പിക്കുമെന്ന് ദൈവം പറയുകയാണ്. So how much ever serious our sins are, how much ever bad our sins are, as red as scarlet, God can make it white as wool. എങ്ങനെയാണ് ദൈവം ഇതിനെ വിശുദ്ധീകരിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ ലേഖനകർത്താവ് പൗലോസ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എഴുതി ആരാണെങ്കിലും നമുക്ക് വിഷയമല്ല. പക്ഷെ ആരാണെങ്കിലും ലേഖനം എഴുതി ആരാണെങ്കിലും അദ്ദേഹം ഹെബ്രായ അല്ലെങ്കിൽ വിശ്വാസിയായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാണ് എനിക്ക് തോന്നുന്നത്. Some say that Paul wrote the book of Hebrews, others say he didn't write it, but whatever it is, he understood well what the scripture teaches. കാരണം ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് അന്നുണ്ടായിരുന്നവർക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരോട് കൂടുതൽ പറയാതിരിക്കുന്നത്. So the people who lived then knew what was in the scriptures. അതിനെ ആ പഴയ നിയമം അവിടെ ആലയത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് കൂടുതൽ അറിയാമായിരുന്നു. They knew what was going on in the temple. നമുക്കത് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. It is because of the New Testament believers don't know what was happening then, that he is trying to explain it to us. അപ്പോൾ ഇവിടെ ഈ മുമ്പ് നടന്ന യാഗം കാളകളുടെയും പശുഭസ്മത്തിൻ്റെയും ആട്ടുകൂറ്റൻ്റെയും കുറുപ്രാവിൻ്റെയും പല വിധത്തിലുള്ള യാഗങ്ങൾ ലേവ്യരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പാപത്തിനുള്ള യാഗങ്ങളെ ചൊരിയണമെന്നുള്ളതിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. In the book of Leviticus, we come to know that there are different types of sacrifices of bulls and goats and pigeons and turtle doves. പക്ഷെ അതിനേക്കാളും ഉന്നതമായ ഒരു യാഗമാണ് കർത്താവായ യേശുക്രിസ്തു കഴിച്ചത് എന്ന് പറയുകയാണ്. But Jesus did a greater sacrifice. എങ്ങനെയാണ് ഈ യാഗം അതിനേക്കാളും ഉന്നതനാകുന്നത്? How does Jesus' sacrifice become greater? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. That is what we are trying to explain. അവിടെ പറയുന്നത് നിത്യാത്മാവിനാലുള്ള യാഗമായിരുന്നു. It says that it was the sacrifice through the eternal spirit. അതെ, കാരണം മുമ്പ് മൃഗങ്ങളുടെ യാഗമാണ് നടന്നുകൊണ്ടിരുന്നത്. Before it was animals that were being sacrificed. നോക്കുക, ഇതിന്റെ ഉന്നതി, ഇതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. Children of God should understand the importance of it. ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. It was only when I read it that I came to know of it. ഇത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. If somebody who's hearing me understood the revelation, God's name be glorified. മൃഗങ്ങളെ യാഗം കഴിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും even though God did not like to shed the blood of animals, നമ്മളെ അത്രയധികം സ്നേഹിച്ചതുകൊണ്ട് മൃഗങ്ങളെ യാഗത്തിനായിട്ട് ദൈവം വിട്ടുകൊടുത്തു. Because God loved us so much, he sacrificed the blood of animals. എന്റെയും നമ്മൾ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ട് സ്വന്തം പുത്രനെ കർത്താവ് യാഗമായി കൊടുത്തു. So because God loved us so much that he gave his only son to become the sacrifice for our sins. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. I believe you can understand what I'm trying to tell you. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. So through this I'm trying to tell you how deep the love of God is. ആമേൻ. നമുക്ക് വേണ്ടി മറ്റൊരാളെ ജീവൻ കുരുതി കൊടുക്കുകയാണ്. So in our place another person is becoming a sacrifice. കർത്താവ് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ ശ്രേഷ്ഠത, കർത്താവ് യേശുക്രിസ്തു ഒരു മൃഗമെന്നോണം അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു മനുഷ്യനിൽ നിന്ന് ജനിച്ചു എന്നതല്ല. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായി ഒരു യാഗത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചു യേശുവിനെ. Jesus was created, he was born of the Holy Spirit to become a sacrifice for the sins of the world. അതാണ് നിത്യാത്മാവിനാൽ ഏറ്റവും ശ്രേഷ്ഠമായ യാഗമായി തീരുവാൻ വേണ്ടിയാണ് യേശു ജനിച്ചത്.
So through the eternal Spirit, he wanted to be made the greatest sacrifice. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവാനും പാപികളെ മാനസാന്തരപ്പെടുത്തുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും പിശാചുക്കളെ പുറത്താക്കുവാനും യേശു ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അത് യേശു പോയതിനു ശേഷം ശിഷ്യന്മാരും ചെയ്തുകൊണ്ടിരുന്നു. What Jesus did during his lifetime, he healed the sick, he cast out demons. Even the disciples did later on. ആമേൻ. പല അത്ഭുതങ്ങൾ പഴയ നിയമത്തിലും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും പുതിയ നിയമത്തിനേക്കാളും വലിയ അത്ഭുതം പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. We know that in the Old Testament there were greater miracles than what was done in the New Testament. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ചെയ്തൊരു യാഗം ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിക്കും ചെയ്യാൻ കഴിയത്തില്ല. അത് ആ യാഗമാണ് കർത്താവിനെ ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത്. But what made Jesus great was the sacrifice that he did, which no other man can do on this ആർക്കും earth. ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു യാഗം ആർക്കും കഴിക്കാൻ കഴിയത്തില്ല. അത് ചെയ്യാൻ ഇറ്റ് ഈസ് ഇംപോസിബിൾ. No one else can become the perfect sacrifice that Jesus became for us. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, he was a man with a mission to die. ഭൂമിയിലേക്ക് യേശു വന്നത് മരിക്കാൻ വേണ്ടിയായിരുന്നു. Amen. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വന്നത് രോഗികളെ സൗഖ്യമാക്കുവാൻ, അങ്ങനെ സൗഖ്യമാക്കി, ശരിയാണ്, കർത്താവ് അധികാരം പകർന്നു. പക്ഷെ അതിനപ്പുറത്ത്, അല്ലെങ്കിൽ കർത്താവ് വല്ലതും ചോദിക്കാറുണ്ട്, എന്താണ് യേശുക്രിസ്തുവിന് 90 വയസ്സ് വരെ ജീവിക്കാമായിരുന്നല്ലോ. Some people say, why could Jesus could have lived up to 90 years? വേണം യേശുക്രിസ്തുവിന് 1000 വർഷം ജീവിക്കാമായിരുന്നു. He could have lived up to 1000 years. എന്നിട്ട് അനേകരുടെ സുവിശേഷം അറിയിക്കാമായിരുന്നു. And he could have preached the gospel to more people. പക്ഷെ അതല്ല, കർത്താവ് വന്നത് 30 വയസ്സെന്ന ഒരു പുരുഷായുസിന് ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ്. But Jesus died at the age of 30 because that is the most prime time in a person's life. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യാഗമാണ് കർത്താവ് കഴിച്ചത്. And Jesus offered the most perfect sacrifice. അതെ, കർത്താവ് യേശുക്രിസ്തു വന്നിട്ട് സുവിശേഷം പറഞ്ഞിട്ട് പോലും പലരും വിശ്വസിച്ചില്ല. Jesus came and told the gospel, but still nobody believed. പലരും വിശ്വസിച്ചില്ല. Many did not believe him. പക്ഷേ ഇന്നും അതെ, അതുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, പോയി പലരോടും സുവിശേഷം പറഞ്ഞിട്ടും പലരും വിശ്വസിക്കുന്നില്ല. Even I think sometimes, even I go and tell the gospel to others, but many don't believe. അപ്പം എൻ്റെ ഉള്ളിൽ പിന്നീട് എനിക്ക് മനസ്സിലായി, നിരാശ തോന്നാറുണ്ട്. Sometimes I feel discouraged. പക്ഷേ പിന്നീട് എന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു പറഞ്ഞിട്ട് പോലും ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് മനുഷ്യനോട് സംസാരിച്ചിട്ട് മനുഷ്യൻ വിശ്വസിച്ചില്ല. But something that encourages me is that even Jesus, the Son of God, he himself came and spoke and nobody കേവലം believed. മനുഷ്യനായ ഞാൻ പോയി സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള വ്യക്തികൾ സംസാരിച്ചാൽ ചിലർ മനസാന്തരപ്പെട്ടില്ലെങ്കിൽ, സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. So we don't have to feel sad if we go with our limitations and tell the gospel to others and they don't believe. പക്ഷെ നമ്മുടെ കാര്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുക. But we should do the duty which God has entrusted ഇനി to us. കർത്താവിന്റെ ഈ യാഗത്തിന്റെ ശ്രേഷ്ഠത, The greatness of this sacrifice. ഒരു മൃഗത്തോട് പോയി പറയുകയാണ്, മൃഗമേ നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആ മൃഗം സമ്മതിക്കത്തില്ല. If we go and tell an animal you are going to be sacrificed, that animal will not submit. അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. It will try to escape. പക്ഷെ യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തത എന്ന് വെച്ചാൽ, തന്നെത്താൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, എങ്കിൽ നിത്യാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട ഏറ്റവും പെർഫെക്റ്റായ ജീവിതം നയിച്ച കർത്താവായ യേശുക്രിസ്തു എല്ലാം അറിഞ്ഞുകൊണ്ട് ജനിച്ചപ്പോൾ മുതൽ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന് അറിയാമായിരുന്നു കർത്താവ് ഒരു യാഗവസ്തുവായി തീരുവാൻ പോവുകയാണ്, തകർക്കപ്പെടാൻ പോവുകയാണ്, കൊല്ലുവാൻ പോവുകയാണ്. ആമേൻ. കർത്താവായ യേശുക്രിസ്തു സഹനം, പീഡനം ഏൽക്കുവാൻ പോവുകയാണെന്ന് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു. So we know that Jesus was born of the Holy Spirit, and right from the time he was young, he knew that he was going to become a sacrifice for the sins of the world. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്ന പോലെ ഞാൻ വരുന്നു, ഒരു യാഗമായി എന്നെ തന്നെ സമർപ്പിക്കുവാൻ. So that's why in Hebrews 10 we read, behold I come to become a sacrifice. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. In the Garden of Gethsemane, Jesus prayed this prayer, Father, if it be thy will, take this cup away from me. കാരണം അടുത്ത ദിവസം കൊല്ലപ്പെടുവാൻ പോവുകയാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. Because Jesus knew that he was going to be killed the next day. തലവെട്ടി മരിക്കുകയാണെങ്കിൽ അതിനകത്ത് അത്രയും ബുദ്ധിമുട്ടില്ല. If we are going to be beheaded, it's not so difficult. പക്ഷേ ഒരു മനുഷ്യൻ എന്ന ആകൃതിയിൽ പ്രകൃതിയിൽ പോലും കാണുവാൻ സാധിക്കാതെ വന്നു അത്രയധികം ഭയങ്കരമായ ഒരു ശിക്ഷാവിധി, ഒരു ശരീരത്തിലേക്ക് ഭയങ്കരമായ വേദന ഉള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ
പോകുന്നുവെന്ന് സങ്കീർത്തനം 25 ആമേൻ ഉള്ള ഒരു പ്രവചന വാക്യമായി പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കർത്താവിന്റെ സഹനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി. We read in the book of Psalms how Jesus' suffering was going to take place. Jesus knew clearly how much he was going to suffer. അപ്പോൾ കർത്താവ് എതിർത്തില്ല. യേശുക്രിസ്തു ഒരു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ തന്നെ സമർപ്പിച്ചു. But he was a lamb, like a lamb led to the slaughter. He submitted himself. അടുത്ത വാക്യം പറയാം, നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം. It says Jesus was an innocent lamb. യേശുക്രിസ്തു പെർഫെക്റ്റ് ഒരു മൃഗമാണെങ്കിൽ ഒരിക്കലും ആ മൃഗത്തിനെ നമുക്ക് നിഷ്കളങ്കനാന്ന് പറയാൻ കഴിയത്തില്ല. If it is an animal, we cannot say that that animal is innocent. പക്ഷേ മൃഗങ്ങളിൽ ഏറ്റവും നിഷ്കളങ്കമെന്ന് പറയുന്നത് ഒരു ചെമ്മരിയാടോ അല്ലെങ്കിൽ ചെമ്മരിയാടായിരിക്കും. So the most innocent among the animals can be the lamb. കാരണം അത് അത്രയ്ക്കും നിഷ്കളങ്കമായ ഒരു മൃഗമാണ്. So because it's not like the other animals, it's the most innocent of all the animals. അതിന് കൊമ്പില്ല. It doesn't have horns. കൊമ്പുള്ള ആണാണെങ്കിൽ കുത്തും. If it has horns, it'll പക്ഷേ എന്ത് ചെയ്താൽ ഈ ആട് പ്രതികരിക്കില്ല. But this will not retaliate. പലതും പറഞ്ഞിട്ട് കർത്താവ് അതിനോട് പ്രതികരിച്ചില്ല. We know that Jesus he was provoked by others, but still he did not retaliate. നിഷ്കളങ്കനായി ജീവിച്ച പൂർണ്ണമായും ഒരു പെർഫെക്റ്റ് ഏറ്റവും പൂർണ്ണനായ ഒരു മനുഷ്യനായി ഭൂമിയിൽ 33 വയസ്സോളം കർത്താവ് ജീവിച്ചു. Jesus lived a perfect life up to 33 years. അപ്പോൾ അങ്ങനെ ഏറ്റവും നിഷ്കളങ്കമായൊരു ജീവിതം, ഒരു പാപം വഞ്ചന അവന് നാവിൽ നിന്ന് വന്നിട്ടില്ല. ചിന്തകളിൽ പോലും ഒരു പാപത്തിന്റെ ദംശനം കർത്താവിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. We read that no deceit came from his mouth and no wrong thought came to his mind. ഒരു പാപം കർത്താവിന്റെ ജീവിതത്തിൽ ഒരു സ്പോട്ട് ഒരു പുള്ളി വന്നിരുന്നെങ്കിൽ, ഒരു സ്പോട്ട് വന്നിരുന്നെങ്കിൽ കർത്താവിന്റെ യാഗത്തിന് ഒരിക്കലും അതിന്റെ പൂർണ്ണത വരികയില്ല. So if there was anything wrong in his life, then his sacrifice could not have become perfect. മാനവരാശിയുടെ രക്ഷ വരത്തില്ലായിരുന്നു. Then the mankind could not be saved, could not have been saved. ആ രക്തത്തിനകത്ത് പാപം ഇല്ലായിരുന്നു. Because there was no sin in his blood. ആ രക്തം മനസ്സാക്ഷിയിലെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. How much more will his blood save our conscience from death? നമ്മുടെ വാക്യം വായിക്കുമ്പോൾ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? That is what we read later on. ദൈവമക്കൾ ഇത് വായിക്കുമ്പോൾ വീട്ടിൽ പോയി സമയമുള്ളപ്പോൾ വായിച്ചാൽ മതി. ഈ 9-ാം അധ്യായത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് ദൈവിക സത്യങ്ങളുണ്ട്. So there are lot of hidden truths in this chapter. 14-ാം വാക്യം പറയുന്നത് ജഡിക ശുദ്ധി വരുത്തുന്ന പഴയ നിയമത്തിന്റെ യാഗത്തിനപ്പുറത്ത് It says, how much more shall the blood of Christ through the eternal Spirit. അത് ജഡത്തിന്റെ പ്രവൃത്തികളെ അന്ന് വരെ ചെയ്തതിനെ മാത്രമേ കഴുകി വിശുദ്ധീകരിക്കാൻ കഴിയുമെങ്കിൽ it could only sanctify the works which we did. പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ, if it was so in the Old Testament, ഈ രക്തം കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം, the blood of Jesus Christ, നിഷ്കളങ്കനായ അല്ലെങ്കിൽ നിത്യാത്മാവിനാൽ അർപ്പിക്കപ്പെട്ട രക്തം, the blood which was shed through the eternal Spirit, ജഡത്തെ അല്ല ശുദ്ധീകരിക്കുന്നത്, മനസ്സാക്ഷിയെ കഴുകുന്ന രക്തമാണിത്. It also cleanses our conscience. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെതായ സ്വാധീനമായിരിക്കുന്ന മണ്ഡലങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള, so whatever sin is inside of us, അതിന്റെ മേൽ ജയം തരുവാൻ തക്കവണ്ണം കർത്താവിന്റെ രക്തത്തിന് സാധിക്കും. Jesus' blood has power to set us free from the sin that is indwelling us. പഴയ നിയമത്തിൽ അവർ ചെയ്തിരുന്ന പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു. We know that in the Old Testament they committed sins and they kept repeating it again and again. അവരുടെ ഉള്ളിൽ ഒരു പുതുക്കം, അവർക്ക് ഒരു മാറ്റം വന്നിരുന്നില്ല. There was no change on the inside. പക്ഷേ നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ കൂട്ടുബന്ധങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെതായ സ്വഭാവങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് സാധിക്കും. But our thoughts, our way of life, the sin in us, the power of Jesus' blood has power to set us free. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. I cannot explain it now. അത് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. The Holy Spirit will reveal it to us. പക്ഷേ ഈ രക്തം പുറമേ തളിക്കുന്ന രക്തമല്ല. This blood is not one which is sprinkled outside. അകത്തളങ്ങളിലെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ഒഴുക്കിയ രക്തമാണ്. But that blood is one which cleanses us on the inside. അന്ന് ഈ പലതരത്തിലുള്ള മൃഗങ്ങളുടെ യാഗം രക്തം ചൊരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ,
In the Old Testament, when many animals were being killed, അവർ ഭയത്തോടെയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഭയപ്പെട്ടാണ്. the people came with much fear in the presence of God. കാരണം അവർക്ക് വിശുദ്ധീകരണമില്ലാതെ ദൈവസന്നിധിയിൽ നിന്നാൽ അവിടെ ദൈവത്തിന്റെ കരം അവർക്ക് വിരോധമായി പ്രവർത്തിക്കും. Because if they stand before God without holiness, they will face judgment from അവർ God. ഭയത്തോടെയാണ് ദൈവത്തെ ആരാധിക്കാൻ വന്നിരുന്നത്. They came with fear and trembling to worship God. ഇന്നത്തെ പോലെ നമ്മൾ ആരാധിക്കുന്നത് പോലെ അല്ല അന്ന് ദൈവത്തെ അന്നുണ്ടായിരുന്നവർ ആരാധിച്ചിരുന്നത്. It is not how we worship today that the Old Testament people worship ഒരു God. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വന്നു. But there was a change after some time. പക്ഷേ അന്ന് മോശയുടെ സമയത്ത് അവർ ഭയഭക്തിയോടെയാണ് വിറച്ചുകൊണ്ടാണ് ദൈവസന്നിധി വന്നിരുന്നത്. But we know that they came in fear and trembling during the time of Moses. അവിടെ പറയുന്ന ഒരു മൃഗമാണെങ്കിൽ പോലും ആ പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. It is said that though a beast touches the mountain, that beast should be stoned. അത്രയ്ക്ക് പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരുന്നു. So much the holy presence of God came upon that mountain. പക്ഷെ ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് ഇനിയും അങ്ങനെ ഒരു യാഗത്തെ അന്ന് യാഗമൃഗങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ വരേണ്ട ആവശ്യമില്ല. But here it says that we don't have to sacrifice animals like that and come again. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, to worship the living God. അതിന് ഒരു യാഗം ഇനി കഴിക്കേണ്ട ആവശ്യമില്ല. We do not have to come again with the sacrifice of animals. നമ്മൾ മുമ്പ് ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. In Hebrews 4:16 we read, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. So we can come boldly to the throne of grace that we may obtain mercy and find grace to help in time of need. സമയത്തും anytime we can come to that ഒരു throne. കുഞ്ഞാടിനെ തപ്പി പോകണ്ട. We don't have to go in search of a ഒരു കാളയെ lamb. തപ്പി പോകണ്ട. We don't have to go in search of a ഒരു bull. കുറുപ്രാവിനെ തപ്പി പോകണ്ട. We don't have to go in search of a pigeon. ഒരു യാഗ വസ്തുവിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. We don't have to search for a sacrifice. യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നാൽ, If we believe in the sacrifice of our പാപം Lord ഏറ്റു പറഞ്ഞാൽ Jesus, ആ നിമിഷത്തിൽ നമ്മുടെ മനസാക്ഷിയെ കഴുകുന്ന രക്തമുണ്ട്. if we confess our sins, our conscience is being washed by the blood of Jesus. അറിയാതെ പറ്റുന്ന പാപങ്ങളിൽ നിന്നും അന്ന് ആ രക്തത്തിന് കാളക്കൂറ്റൻ രക്തത്തിന് ശുദ്ധീകരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. The sins which were committed unknowingly only was being washed by the blood. പക്ഷേ ഇന്ന് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ മുമ്പോട്ട് പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകാതെ, But the blood of Jesus has power to set us free so that we won't commit sin in the future. ഏത് പാപത്തിന്റെ ശക്തിയെയും ജയമെടുക്കുവാൻ തക്കവണ്ണം രക്തത്തിന് ശക്തിയുണ്ട്. So Jesus' blood has power to set us free from the power of sin. ഞാനൊരു 14-ാം വാക്യത്തിൽ നിന്നും നമുക്ക് 15-ാം വാക്യത്തിലേക്ക് കടന്നു പോകാം. Let us go on to verse 15. ഏകദേശം ഇരിക്കുന്നത് നമ്മൾ അരമണിക്കൂർ കൂടുതൽ ഈ ഒരു വാക്യത്തിൽ നിന്നു. ഇനിയിപ്പം അല്പം പതുക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ വചനം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാനും ഒരു മുഖാന്തരമാക്കി മാറ്റും. I believe that this verse, if we come to really know the truth of this word, it is going to bless us. നമുക്ക് 15-ാം വാക്യം വായിക്കാം. We can read verse 15. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. It is written. വചനമുള്ളവർ ബൈബിളുള്ളവർക്ക് തുറന്ന് നോക്കാം, വായിക്കാം. ബൈബിൾ ഉണ്ടെങ്കിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേട്ട് വായിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നും വീണ്ടെടുപ്പിനായ ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. It says, and for this reason he is the mediator of the new covenant by means of death for the redemption of the transgression under the first covenant, that those who are called may receive the promise of eternal inheritance. അതെ, നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതെ, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നും വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന്, to receive the promise of the eternal inheritance. അപ്പോൾ അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നത്. That is why Jesus became the അപ്പോൾ നമുക്ക് sacrifice. വിഷയത്തിലേക്ക് കടന്നു വരാം. Let us come to that point. ഇത് നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. If we read fast, we cannot understand the truth. അവിടെ പറഞ്ഞിരിക്കുന്നത്, What it says, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നും, from the transgressions under the first covenant, അതെ, അന്ന് ഉണ്ടായത് ലംഘനം വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായി. there was a death for the redemption of the sins under ഒരു the first covenant. പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ ഒരു മരണം നടക്കണം. So if we have to be redeemed from our sins, our death has to take place. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, In other words,
നമുക്കൊരു മൃഗത്തെ അന്ന് പഴയ നിയമത്തിൽ കൊണ്ടുവന്നിട്ട് We could bring an animal in the Old Testament. അതിൻ്റെ കയ്യോ കാലോ മുറിച്ചിട്ട് We could cut off its hands and legs. എന്നിട്ട് കുറച്ച് രക്തം അവിടെ ഒഴുക്കിയിട്ട് If we could sprinkle some blood, എന്നിട്ട് ആ മൃഗത്തെ വിട്ടയച്ചാൽ ആ പാപത്തിന്, ആ രക്തച്ചൊരിച്ചിൽ കൊണ്ട് പാപത്തിന് വിമോചനം ഉണ്ടാകത്തില്ല. if we set that animal free, we cannot be set free from our sins. ഈ മൃഗം മരിക്കണം. That animal has to die. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യ നിയമങ്ങളെ ലംഘനങ്ങളിൽ വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട്. അപ്പോൾ മൃഗങ്ങൾ മരിക്കുകയല്ല, മലയാളത്തിൽ പറഞ്ഞാൽ ചാകുക എന്നാണ് എഴുതി നമ്മൾ മലയാളത്തിൽ പറയുന്നത്. In Malayalam we say that the animals die. ഇംഗ്ലീഷിൽ നമ്മൾ ഡെത്ത് എന്ന് പറയാറുണ്ട്. മുമ്പ് എനിക്ക് തോന്നുന്ന മലയാളം അധികം അറിയാൻ വരാത്ത ഒരു ആൾക്കാർ സംസാരിച്ചപ്പോൾ അവർ എൻ്റെ വല്യപ്പൻ ചത്തെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയരുത്, സ്തോത്രം, വല്യപ്പൻ അല്ലെങ്കിൽ വല്യപ്പൻ മരിച്ചെന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പം മലയാളത്തിനകത്ത് മൃഗങ്ങൾ ചാകുകയാണ്, പക്ഷെ മനുഷ്യൻ പുതിയ നിയമത്തിൽ പുതിയ നിയമവിശ്വാസി മരിക്കത്തില്ല. പുതിയ നിയമവിശ്വാസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ നിയമവിശ്വാസി ഉറങ്ങുകയാണ്. So in the New Testament, a believer does not die but he sleeps. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ അവരുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. So that's why the saints rise up from their sleep. യേശു വരുമ്പോൾ എഴുന്നേൽക്കും. When Jesus comes, the saints will rise up from their sleep. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ അവരെ പറ്റി, ഈ ഭൂമി വിട്ടുപോയവരെ പറ്റി നിങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട, ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ അവരെ കാണും. So that's why Paul tells us that not to mourn over those who have fallen asleep. നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മടങ്ങി വരാം. Let us come back to our point. അപ്പോൾ ഇവിടെ പറയണം, ആദ്യ നിയമത്തിലെ ലംഘനങ്ങൾ ഒരു മരണമുണ്ടായിട്ട്. So here we read, for this reason he's a mediator of the new covenant by means of death. അപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്. Moses is the mediator of the old covenant. അതിന്റെ മധ്യസ്ഥനായി നിൽക്കുകയാണ്. He's a mediator. കാരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം വിളിച്ച് മോശയോട് സംസാരിച്ചു. സിയോൻ പർവ്വതത്തിന്റെ മധ്യേ, തീ കത്തുന്ന പർവ്വതത്തിന്റെ ഉള്ളിൽ മോശ തീക്കകത്ത് കയറി ചെന്ന് ദൈവവുമായിട്ട് സംസാരിക്കുന്നു. We know how Moses came to that Mount Sinai and he went to the dark mountain, and how God spoke to him. അപ്പോൾ തീക്കകത്ത് നിന്നുകൊണ്ട് മോശയോട് ദൈവം ഇടപെട്ടു. So God spoke to him from the fire on the mountain. ചിലർ പറയുന്ന ദൂതന്മാർ മുഖാന്തരം മോശയ്ക്ക് പഴയ നിയമം കൊടുത്തു എന്നാണ്. Some say that God gave him the Old Testament laws in the presence of angels. എങ്ങനെയാണെങ്കിലും ദൈവം തന്നെ സ്വന്തം കൈപ്പട കൊണ്ട് കൽപ്പലകൾ എഴുതി കൊടുത്ത നിയമത്തിന് മോശയാണ് അതിന്റെ മധ്യസ്ഥനായി ആ രണ്ട് കൽപ്പലകൾ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സീനായി പർവ്വതം ഇറങ്ങി വരുന്നത്. We know that God himself wrote the 10 commandments on stone tablets and he gave it to Moses. അപ്പോൾ മോശ അവിടെ മധ്യസ്ഥനായി നിൽക്കുകയാണ്. And Moses becomes a mediator. പക്ഷേ മോശ അവിടെ മധ്യസ്ഥനായി നിൽക്കുമ്പോഴും ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ സാധിച്ചിരുന്നില്ല. Though Moses was a mediator, he could not save the people from their sins. പക്ഷേ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി നിൽക്കുന്ന നിങ്ങളുടെ പഴയ നിയമത്തിലെ മോശയെക്കാളും ശ്രേഷ്ഠനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് മറ്റൊരു രീതിയിൽ പറയുകയാണ്. But Jesus is a mediator of the new covenant, that he is much greater than Moses. അവിടെ പറയാം, നിങ്ങളുടെ ഹെബ്രായക്കാരെ, നിങ്ങൾ വിശ്വസിക്കുന്ന എബ്രഹാമിനേക്കാളും ഉന്നതനാണ് കർത്താവായ യേശു. Jesus was greater than Abraham. യേശുക്രിസ്തു നിങ്ങളുടെ ആലയത്തെക്കാളും ഉന്നതനാണ് കർത്താവായ യേശു. Jesus was greater than the temple. അപ്പോൾ കർത്താവിനെ ഉയർത്തി അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. So Jesus is being raised, exalted. യേശുക്രിസ്തുവിനെ എത്ര നമുക്ക് ഉയർത്താൻ സാധിക്കുമോ അത്രയും നമുക്ക് ഉയർത്താൻ കഴിയണം. So how much ever we can exalt Jesus, we should exalt him. കള്ളം പറഞ്ഞു ഉയർത്തുന്നതല്ല, ദൈവിക സത്യം പറഞ്ഞു ഉയർത്തണം. We should exalt him rightly from the word, not by flattery. Hallelujah. സ്തോത്രം. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. We should know why we believe in Jesus. അതല്ല പലർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe many of you know. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി നിൽക്കുന്നവൻ യേശുവാണ്. So Jesus is the mediator of the new covenant. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. Jesus says, I am the way, the truth and the life. ഞാൻ പല വഴികളുണ്ട്, പക്ഷെ ഒരു വഴിയാണെന്നല്ല യേശു പറഞ്ഞത്. Jesus did not say that there are many ways in our life, but Jesus said he is the only way. സ്വർഗ്ഗത്തിനും ഭൂമിക്കും മധ്യേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. Between heaven and earth there is only one mediator. രക്ഷിക്കപ്പെടാൻ മറ്റൊരു നാമം കൊടുത്തിട്ടില്ല. There is no other name by which man can be saved. യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. Only through Jesus there is salvation. എന്തുകൊണ്ടാണ് എന്നിവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. Why it is so, it is clearly stated in the scripture. ഇത് കേൾക്കുന്ന ചിലർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ പലരോടും കർത്താവിന്റെ സുവിശേഷം അറിയിക്കുമ്പോൾ
കർത്താവ് യേശുക്രിസ്തു എങ്ങനെ ഏകരക്ഷകനായി എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I believe we should tell others why Jesus became the only savior of the world. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഒരു മരണം നടക്കാതെ യാഗത്തിന്റെ പൂർത്തീകരണം നടക്കുകയില്ല. So without a death, the sacrifice cannot be complete. അപ്പം അവിടെ റോമർക്ക് ലേഖനം 3-ാം അധ്യായം 20 പറയുന്നുണ്ട്. 20-24 സമയമുള്ള വായിച്ചാൽ റോമർ 3. പക്ഷെ അവിടെ പറയും രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. So Jesus became the propitiation for our sins. അവിടെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. Jesus was being held publicly. അതെ, അപ്പോൾ ഇവിടെ വീണ്ടെടുപ്പിനായിട്ട് For our redemption. അവിടെ കർത്താവായ യേശുക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യാഗത്തെ കർത്താവ് കഴിക്കുകയാണ്. Jesus made the greatest perfect sacrifice. അത് എന്തിനു വേണ്ടിയാണ്? വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. It is for our redemption. റിഡംഷൻ, ഇംഗ്ലീഷിൽ റിഡംഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In English it says redemption. മറ്റൊന്നുമല്ല, നമുക്ക് നിത്യമായിട്ടുള്ള ഒരു രക്ഷ ഒരുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഭക്തന്മാർ അറിഞ്ഞിരുന്നു. So Old Testament believers knew that there was going to be an eternal salvation. അത് എങ്ങനെ നടക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. They did not know how it was going to ഒരു take place. രക്ഷകൻ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. They knew that a savior was coming. ഒരു മശിഹ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. They knew that Messiah was coming. അതുകൊണ്ടാണ് സമറിയക്കാരിയായ സ്ത്രീ വന്ന് മശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. That's why the Samaritan woman said that she knew ഇസ്രായേൽ രക്ഷകൻ വരും, that the deliverer was coming. നിത്യതയുടെ അവകാശിയായി തീരുവാൻ ഒരുവൻ വരും, ഞങ്ങളെ അവകാശിയാക്കുവാൻ കഴിയുന്ന ഒരുവൻ വരും. One was coming who was able to make them possess eternity. അപ്പോൾ അവർ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And they were looking forward to that. പക്ഷേ അന്ന് നടന്നത് മുഴുവൻ വരാൻ പോകുന്ന ആ രക്ഷയുടെ ഒരു പ്രതിച്ഛായ മാത്രമായിരുന്നു. So what was taking place was only a shadow of things that are going to take place. അപ്പോൾ ഒരു മരണം ഉണ്ടായിട്ട് മാത്രമേ രക്ഷ വരികയുള്ളൂ. So only with the death can a salvation take place. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ യേശുക്രിസ്തു വന്നത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഒരു മരണത്തിന് ഒരു മരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. So that's why we know that Jesus came to become the sacrifice. ഇന്ന് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ലെങ്കിൽ, if Jesus had not died on the cross, എൻ്റെ ഈ സുവിശേഷം വ്യർത്ഥമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Paul says that then this gospel is not complete. അതിന്റെ കാരണം ഇതാണ്. The reason for that is ജീവൻ കൊടുക്കണം, ജീവന് വേണ്ടി, ജീവന് മറുവിലയായി ജീവനെ കൊടുക്കണം. We have to give life for life. എനിക്കൊന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരിക്കുമ്പോൾ, What Islam teaches is that when Jesus died, ക്രൂശിൽ കർത്താവ് മരിച്ചില്ല എന്നാണല്ലോ എൻ്റെ അറിവനുസരിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്. They believe that Jesus did not really die. യേശുക്രിസ്തുവിന്റെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് യൂദാസിനെ അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനെ ക്രൂശിൽ വെച്ചിട്ട് യേശുവിനെ പിതാവ് എടുത്തുകൊണ്ട് പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It is said that Jesus was taken from that cross. അത് ഏലിയാവ് എടുത്തുകൊണ്ട് പോയതുപോലെ, like Elijah was taken up, ഹാനോക്ക് എടുത്തുകൊണ്ട് പോയതുപോലെ, like Enoch was taken up. ആമേൻ. കർത്താവ് എന്നാൽ യഥാർത്ഥത്തിൽ, but in reality, യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജനിച്ച 33.5 വർഷത്തോളം യേശു ജീവിച്ചിരിക്കുമ്പോൾ ഏത് സമയത്തും യേശുവിന് തിരികെ പോകാമായിരുന്നു. But the time that Jesus lived here for 33 years, anytime Jesus could go back. പക്ഷേ യേശുക്രിസ്തു മരിക്കാതെ പോകത്തില്ല. But he could not go without dying. ജീവൻ കൊടുക്കാതെ കർത്താവ് ഇവിടുന്ന് പോകത്തില്ല. He could not go without offering his life. കാരണം എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ടിരുന്നു. Because Jesus saw you and me. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അത്ര സ്നേഹിച്ചിരുന്നു. Jesus loved each one of us so much. പിതാവ് കർത്താവ് യേശുക്രിസ്തുവിന് തിരികെ പോകാമായിരുന്നു. Jesus could have gone back. പക്ഷേ അതിന് പിതാവ് സമ്മതിക്കുകയില്ല എന്ന് എനിക്കറിയില്ല. കാരണം കർത്താവ് സ്വന്തം ഇഷ്ടത്തിലാണ് കർത്താവ് വന്നത്. Jesus did not come on his own will. അതുകൊണ്ടാണ് അവിടെ കർത്താവ് യേശുക്രിസ്തു ഗെത്സമനിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത്, കഴിയുമെങ്കിൽ ഇതെടുത്ത് മാറ്റണം. That's why Jesus prayed on the cross, if it be thy will, take this cross away from me. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, but God's word says, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. So Jesus tasted death for everyone. അവിടെ പറയുന്നു, ജീസസ് tasted death, മരണം അനുഭവിച്ചു. Jesus experienced death so ആസ്വദിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. He tasted death for everyone. നമുക്ക് വേണ്ടി മരണം കർത്താവ് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. Jesus experienced our death on the cross. കാരണം ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ ആ മൃഗം മരിച്ചില്ലെങ്കിൽ,
When we kill an animal, if it does not die, അല്ലെങ്കിൽ മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ മൃഗം മരിച്ചില്ലെങ്കിൽ if the animal for the sacrifice does not die, പാപത്തിന് ക്ഷമ കിട്ടത്തില്ല. there is no remission for sins. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ ആ മൃഗത്തിന് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. When the animal dies, it doesn't have to suffer. പക്ഷേ യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഒരു കുഞ്ഞാടായി തീരുമ്പോൾ, What is different about the sacrifice of Jesus is that when he became the lamb, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെടുവാനായിട്ട് യേശുക്രിസ്തു സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. he gave his body to be bruised. ഗത്സമന മുതൽ ഗൊൽഗോത്ത വരെ നീണ്ട രക്തത്തിന്റെ പാടുകൾ ഇന്ന് കാണുവാൻ സാധിക്കുന്നു. We see the marks on his body. മാത്രല്ല, ആ വഴികളിൽ രക്തം തളിക്കപ്പെട്ടു. So his blood was sprinkled on the way, ഭൂമിയിലേക്ക് രക്തം ഇറ്റു വീണു. and his blood was sprinkled on the earth. 40 ഒന്നു കുറയാതെ 40 അടി കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തു. He was scourged 40 times, 40 minus 1. ഒരു യാഗമൃഗത്തെ കൊല്ലുമ്പോൾ അതിനെ അടിക്കത്തില്ല. When an animal is killed, it is not scourged, അതിനെ വെട്ടിക്കൊല്ലുകയുള്ളൂ. it is only killed. പക്ഷേ ഇവിടെ കുഞ്ഞാടായിരിക്കുന്ന യേശുക്രിസ്തു സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് ആഞ്ഞ് പതിച്ച ആ അടികൾ. So but when Jesus was killed, he was being scourged, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസം തെറിച്ചു പോകുമ്പോൾ, and when his flesh was being torn from his body, അവിടെ ശരീരത്തിലേക്ക് അവനെ തകർക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തലയിൽ മുൾമുടി ധരിപ്പിക്കപ്പെടുമ്പോൾ, when he was placed, then the crown of thorns was placed on his ഞാൻ head. അതിനെപ്പറ്റി കൂടുതൽ പറയാം. നമുക്ക് പലർക്കും അറിയാം, ചാട്ടവാറിന്റെ അറ്റത്ത് അവര് കഷ്ണങ്ങൾ, അവര് അസ്ഥി കഷ്ണങ്ങൾ വെച്ചിട്ടാണ് അടിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. It's said that when he was being scourged, it was torn with the bones that was on that. അല്ല, പല രീതിയിൽ പല നാണികളുണ്ട്. എന്താണെങ്കിലും യേശുക്രിസ്തുവിനെ ആ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ തകർക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. Before Jesus was crucified, his body was broken. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവനിൽ ശരീരത്തിലേറ്റ അടിപ്പിണനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Paul says that by his stripes we were healed. He suffered for us. He suffered for us. നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. He suffered for us, for our sins. നമുക്ക് വേണ്ടി അവൻ തന്നെ തലകുനിച്ചു കൊടുത്തു. He gave himself to be beaten. അവസാനത്തെ അവൻ ക്രൂശിൽ കിടക്കുമ്പോഴും അവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഗോൽഗോത്ത് അവിടെ കഥാവ് യേശുക്രിസ്തു ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് പോകുമ്പോഴും ആ വഴിത്താരകൾ രക്തം ഇറ്റു വീണുകൊണ്ടിരുന്നു. While he was on his way to Golgotha, his blood was flowing from his body. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അവസാനം കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ അവസാനത്തെ തുള്ളി രക്തവും കൊടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. When he died on the cross, even the last drop of his blood was അതേ ഞാൻ shed. വിശ്വസിക്കുന്നു. I believe. പിന്നെ അവിടുന്ന് വന്ന ജലമായിരുന്നു. What came after that was water. ആമേൻ. കർത്താവായ യേശുക്രിസ്തു പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. And Jesus said, it is finished. ദൈവത്തിന്റെ വചനം പറയുന്നു, മരത്തിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. The word of God says that he who hangs on a tree is cursed. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. Jesus became the curse for us. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലക്കി വാങ്ങി. To redeem us from the curse of the law. നമ്മുടെ മേൽ ശാപത്തിന് ഇനി ജയമില്ല. And curse has no victory over us. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസമാണ്, യേശു എനിക്ക് വേണ്ടി ശാപയാഗമായി തീർന്നു. If anyone is believing that, just confess that Jesus became the curse. So കർത്താവ് ക്രൂശിൽ അവൻ തൂക്കപ്പെട്ടതിന്റെ കാരണം അതായിരുന്നു. That is why Jesus hung on a tree. അല്ലെങ്കിൽ കഴുത്ത് വെട്ടി മരിക്കാമായിരുന്നു. Otherwise he could have killed. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം പറയട്ടെ. Let me conclude my words. അവസാനത്തെ വാക്യം പറയുന്നു, നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം, eternal inheritance, നമുക്ക് ലഭിക്കുവാൻ വേണ്ടി to receive the promise of the eternal കർത്താവ് നമുക്ക് വേണ്ടി ഒരു നിത്യ അവകാശിയായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി യാഗം കഴിച്ചത്. Jesus became the sacrifice so that we can receive eternal inheritance. ആ രക്തം കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തത്. Jesus gave his own blood. തകർക്കുവാൻ നമ്മുടെ വേദനകളാണ് കർത്താവ് ശരീരത്തിലേക്ക് ഏറ്റെടുത്തത്. Jesus bore our
pain on his body. ആ ശാപങ്ങളാണ് കർത്താവ് ഏറ്റെടുത്തത്. Jesus took up our curse. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയ്ക്ക് മുമ്പ് വന്ന ശാപങ്ങൾ ഇന്ന് നമ്മുടെ മേൽ ജയമെടുക്കത്തില്ല. So the curses that has come in the past generation will അങ്ങനെ not ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ take victory over us. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? Are you ready to believe that? യേശുവിന്റെ നാമത്തിൽ അത് നമ്മുടെ മേൽ ജയമെടുക്കത്തില്ല. It has no right over us. യെസ്, അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. Let us thank God for ദൈവം that. നമുക്ക് വേണ്ടി നിത്യാവകാശം ഒരുക്കി. Jesus has prepared eternal inheritance for us. അതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാം. Let us thank God for that. രണ്ട് വാക്യങ്ങളിൽ ഞാൻ ഇന്നത്തെ നമുക്ക് ബൈബിൾ സ്റ്റഡി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. I'd like to conclude today's Bible study. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I believe that it will be a blessing to the നമുക്ക് hearers. പ്രാർത്ഥിക്കാം.